മോഹൻലാൽ എന്ന മഹാനടന്റെ മികച്ചൊരു സിനിമയാണ് രാവണപ്രഭു. ആ സിനിമ നമ്മൾ കാണുമ്പോൾ മംഗലശ്ശേരി നീലകണ്ഠനും വാര്യരമ്മാവനും വാർദ്ധക്യ സഹജത്താൽ പല ബുദ്ധിമുട്ടുകളും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഞാൻ ശ്രദ്ധിച്ച അവരുടെ നടപ്പിന്റെ ആ ശൈലി. മുട്ടിന്റെ തേയ്മാനമാവാം ഒരു കാരണം. മുട്ടിന്റെ ഉള്ളിലെ കാർട്ടിലേജ്, അതായത് തരുണാസ്ഥി ഡാമേജ് ആയി പോകുന്നതിനാണ് നമ്മൾ തേയ്മാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മുടെ തുടയെല്ലാം കണങ്കാലും ചെന്ന് ചേരുന്ന ജോയിന്റ് ആണ് നീ ജോയിന്റ്. അപ്പൊ അവിടുത്തെ കാർട്ടിലേജ് ഡാമേജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി തേയ്മാനം വന്നു തുടങ്ങുന്നു. 45 വയസ്സ് കഴിഞ്ഞിട്ടാണ് സാധാരണ തേയ്മാനത്തിന്റെ സ്റ്റേജ് തുടങ്ങി വരിക. അമിതഭാരം, ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള അത്ലറ്റ്സ്, എന്തെങ്കിലും ആക്സിഡന്റ് മൂലം കാർട്ടിലേജിന് ഡാമേജ് വരിക, ഈ അവസ്ഥകളിലെല്ലാം തേയ്മാനം നേരത്തെ തുടങ്ങുന്നു. നമ്മൾ ഇതിന് പ്രധാനപ്പെട്ട എങ്ങനെയാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം അതിനു മുമ്പ് ഒരു എക്സ്റേ എടുത്ത് നോക്കുന്നു. എക്സ്റേയിൽ ഈ തേയ്മാനത്തിന്റെ സ്റ്റേജുകൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സ പ്ലാൻ ചെയ്യുക. തുടക്കത്തിൽ സ്റ്റേജിൽ വേദനയ്ക്കുള്ള വേദന സംഹാരികൾ, ഫിസിയോതെറാപ്പി, നമ്മുടെ കാലിന് ചുറ്റുമുള്ള മസിൽസിനെ അല്ലെങ്കിൽ പേശികളെ ബലപ്പെടുത്തുന്ന എക്സസൈസുകൾ, ഇതെല്ലാമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു പരിധി വിട്ടിട്ട് നമുക്ക് ഇതിലൊന്നും ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ സർജറിയിലോട്ട് പോകും. സർജറി എന്ന് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്ന ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ തേഞ്ഞ മുട്ടിന്റെ ഭാഗം ചെത്തി മാറ്റിയിട്ട് പുതിയ ഇംപ്ലാന്റുകൾ, ഫ്രഷ് ആയിട്ടുള്ള കൊബാൾട്ട് ക്രോമിയം അലോയിയുടെ മിശ്രിതമായ ഒരു മെറ്റൽ ഇംപ്ലാന്റ് ഇട്ട് നമ്മൾ ആ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നു. ഇതിന് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? മുട്ടിൻ്റെ വേദന, മുട്ടിൽ വരുന്ന ആ ഒരു ആകൃതി, മുട്ട് വളഞ്ഞിരിക്കുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ സർജറിയിലൂടെ നമുക്ക് നികത്തുവാൻ സാധിക്കും. അങ്ങനെ ക്രമേണ വേദനയില്ലാത്ത ഒരു പഴയൊരു ജീവിത ശൈലിയിലേക്ക് വ്യക്തിക്ക് പോകുവാൻ സാധിക്കും.